നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസൈറ്റി ഗണപതിയുടെ അനുഗ്രഹം തേടി മുംബൈയിലെ കേശവ്ജി നായിക് ചാൾ സന്ദർശിച്ചു. 1893 മുംബൈയിലെ കേശവ്ജി നായിക് ചാളിലാണ് ഗണേശ ചതുർത്ഥിയുടെ ആദ്യ പൊതു ആഘോഷം നടന്നത്. സന്ദർശന ചിത്രങ്ങളിൽ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് ഗാർസെറ്റി കുറിച്ചതിങ്ങനെ: കേശവ്ജി നായിക് ചാളിൽ ഗണപതിയുടെ അനുഗ്രഹം തേടാനുള്ള ബഹുമതി എനിക്കുണ്ടായി. മുംബൈയിലെ ഗണേശോത്സവ പൂജാ പന്തൽ സന്ദർശിച്ച ശേഷം സംസാരിച്ച അദ്ദേഹം ഭാരതവുമായി വളരെ അടുത്ത സൗഹൃദമെന്നും ഭാരതത്തിന് ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു വിളിക്കപ്പുറം ഞങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. ചിലപ്പോൾ ഇരു രാജ്യങ്ങളും നേരിടുന്നത് ഒരേ ശത്രുക്കളെ തന്നെ ആയിരിക്കും. ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ശക്തരാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭാരതത്തിന് പ്രത്യേക ഇടം നൽകുന്നുണ്ട്. രാജ്യത്തിന് ആവശ്യമുള്ള ഘട്ടത്തിൽ ഒരു വിളിക്കപ്പുറം US സഹായത്തിനുണ്ടാകും. വെല്ലുവിളികളിൽ ഭാരതത്തിന് സഹായവുമായി നിലകൊള്ളും. ക്വാഡ് സഖ്യം ഉൾപ്പെടെ പല കാര്യങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല. എന്നാൽ ചൈനയുമായി ഉണ്ടായ അതിർത്തി വിഷയത്തിൽ ഭാരതത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് US സ്വീകരിച്ചത്. പല ഘട്ടത്തിലും US ഭാരതത്തിന് അനുകൂല നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രതിരോധ സാങ്കേതിക രംഗങ്ങളിൽ ഭാരതവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യയുമായി സഹകരണവും വികസനവും സഹനിർമ്മാണ പ്രതിരോധ സാങ്കേതിക വിദ്യയും തുടരാനുള്ള US ആഗ്രഹവും ഗാർസൈറ്റി വ്യക്തമാക്കി. ഞങ്ങളുടെ വിമാനങ്ങളും കപ്പലുകളും അറ്റകുറ്റപ്പണികൾക്കായി വരാൻ കഴിയുന്ന ഒരു സ്ഥലമായി ഇന്ത്യ മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും പ്രസ്താവിച്ചു. ഞങ്ങൾ ഈ അടുത്ത വർഷങ്ങളിൽ മാത്രമല്ല പതിറ്റാണ്ടുകളായി അവിടെയുണ്ട്. വിമാനങ്ങൾക്കായുള്ള പുതിയ എഞ്ചിനുകൾ, പ്രിഡേറ്റർ ഡ്രോണുകൾ, ഞങ്ങൾ നോക്കുന്ന മറ്റു കാര്യങ്ങൾ എന്നിവ പോലുള്ള ഡീലുകൾക്കൊപ്പം ഞങ്ങൾക്കറിയാം. സഹവികസനം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിമാനങ്ങളും കപ്പലുകളും അറ്റകുറ്റപ്പണികൾക്കായി വരാൻ കഴിയുന്ന ഒരു സ്ഥലമായി ഇന്ത്യ മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ ഒന്നിലധികം രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ക്വാഡ് പോലെയുള്ള കാര്യങ്ങളിലൂടെ ഞങ്ങൾ ഒരേ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഗാർസൈറ്റി പറഞ്ഞു. ഇന്ത്യയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിഷനുമായി സഹകരിച്ച് മിൽക്കൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യവേ ഗാർസൈറ്റി കഴിഞ്ഞ ദിവസവും ഇന്ത്യയെ പുകഴ്ത്തിയിരുന്നു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര നിക്ഷേപകർ ഉയർന്ന വരുമാനം കാണുന്ന വലിയ നിക്ഷേപ സാധ്യതകളുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും ഇവിടെ നിക്ഷേപ അവസരങ്ങൾ അതിവേഗം വളരുന്നതായി ഞങ്ങൾ കാണുന്നുവെന്നും പറഞ്ഞു. കൂടുതൽ അന്താരാഷ്ട്ര നിക്ഷേപകർ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉയർന്നതും അപ്പുറത്തുള്ളതുമായ വരുമാനം കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.